ക്ഷണികമായ തിരഞ്ഞെടുപ്പും നിത്യമായ തിരഞ്ഞെടുപ്പും എന്ന ശീർഷകത്തോടെ നമുക്ക് ദൈവവചനം പഠിക്കാം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ പലരും ആകുലരാകുന്നു. നന്നായി ജീവിച്ചു എന്ന് പറയാൻ എങ്ങനെ ജീവിക്കണം? അതുകൊണ്ട് ചിലർ സമ്പത്ത് നേടാൻ വ്യാപാരം ചെയ്യുന്നു. സമ്പത്ത് നേടാൻ അവർ പല വഴികളും പ്രയത്നവും ഉപയോഗിക്കുന്നു. മറ്റുള്ളവർ ഈ ലോകത്ത് കീർത്തി തേടുന്നു. ഈ ലോകത്ത് നാം എത്ര നേടിയാലും നമ്മുടെ ഭൗമിക ജീവിതം 70 മുതൽ 80 വരെ വർഷം മാത്രം നീളുന്ന താൽക്കാലികമായ ഒന്നാണ്. അതാണ് നമ്മുടെ നിഗമനം. എന്നാൽ സ്വർഗം ശാശ്വതമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. അളക്കാനാവാത്ത നിത്യമായ സമയം നമുക്ക് ലഭിക്കുമെന്ന് ദൈവം പറയുന്നു. അതിനാൽ നാം ചോദിക്കണം, ക്ഷണികമായതിനായി ജീവിക്കണോ അതോ നിത്യമായത് തിരഞ്ഞെടുക്കണോ? കടൽ തീരത്തെ മണൽ പോലെ 800 കോടി ജനങ്ങൾ അവരവരുടെ ജീവിതം നയിക്കുന്നു. ഈ ജീവിതം ലോകമെമ്പാടുമുള്ളവർക്ക് തുല്യമായി നൽകിയിരിക്കുന്നു. രാജ്യമോ പ്രദേശമോ നോക്കാതെ ദൈവം ഏവർക്കും 24 മണിക്കൂർ നൽകുന്നു. ചിലർ ഈ ലോകത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നു. നമ്മെപ്പോലുള്ളവരാകട്ടെ ദൈവത്തിന്റെ നിത്യരാജ്യത്തിനായി ഒരുങ്ങുന്നു. വിശ്വാസപൂർവികനായ ശലോമോൻ സകലരും ആഗ്രഹിച്ചതുപോലെ ഏറ്റവും ഉത്തമമായി ജീവിച്ചു. അദ്ദേഹം രാജാവായിരുന്നു. അദ്ദേഹം തന്റെ കണ്ണുകൾ ആഗ്രഹിച്ചതൊന്നും തടഞ്ഞുവെച്ചില്ല. അധികാരവും സമ്പത്തും പ്രശസ്തിയും ഉൾപ്പെടെ താൻ ആഗ്രഹിച്ചതെല്ലാം നേടി. എന്നാൽ അവസാനം അദ്ദേഹം പറഞ്ഞു, സകലവും മായയത്രേ. അന്ന് അദ്ദേഹം അത് കണ്ടില്ല. തിരിഞ്ഞു നോക്കി അദ്ദേഹം ചോദിച്ചു, ഞാൻ എന്തിനത് ചെയ്തു? ഉറക്കമിളച്ചും ആരോഗ്യം കളഞ്ഞും ഞാൻ എന്തിന് അത്രയേറെ ആകുലനായി? തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം എന്ത് കണ്ടെത്തി? സകലവും മായയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മൂല്യമില്ലാത്തവയുടെ പിന്നാലെ അദ്ദേഹം അന്ധമായി പാഞ്ഞു. ഹാ മായ, മായ, സകലവും മായയത്രേ. ശലോമോൻ എഴുതിയ സഭാപ്രസംഗിയുടെ തുടക്കമായിരുന്നു ഇത്. തൽക്കാലത്തേക്ക് ജീവിച്ചതിനാൽ അദ്ദേഹം നിത്യതയ്ക്കായി ഒരുങ്ങിയില്ല. ക്ഷണികമായ സുഖങ്ങൾ മാത്രം തേടിപ്പോയ തന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അദ്ദേഹം തിരിച്ചറിഞ്ഞു, സകലവും മായയത്രേ. ദൈവഭയത്തോടെ അവിടുത്തെ കൽപ്പനകൾ പ്രമാണിക്കുന്നതാണ് ഉത്തമമായ ജീവിതമെന്ന് അദ്ദേഹം ഉപസംഹരിച്ചു. നാം ക്ഷണികതയ്ക്കു വേണ്ടി ജീവിക്കുമോ അതോ നിത്യതയ്ക്കു വേണ്ടിയോ? നമുക്ക് ശേഷിച്ച സമയം വെറുതെയാകരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു.
삶이 이어지기를 부탁을 드리겠습니다. നമുക്ക് സഭാപ്രസംഗി അധ്യായം 1 തുറക്കാം. സഭാപ്രസംഗി 1 അധ്യായം 1 വാക്യം. യെരൂശലേമിലെ രാജാവായി ദാവീദിന്റെ മകനായ സഭാപ്രസംഗിയുടെ വചനങ്ങൾ. ഹാ മായ, മായ എന്ന് സഭാപ്രസംഗി പറയുന്നു. ഹാ മായ, മായ സകലവും മായയത്രേ. സൂര്യനു കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്തു ലാഭം? ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമിയോ എന്നേക്കും നിൽക്കുന്നു. സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ഉദിച്ച സ്ഥലത്തേക്കു തന്നെ ബന്ധപ്പെട്ടു ചെല്ലുന്നു. കാറ്റ് തെക്കോട്ട് ചെന്നു വടക്കോട്ട് ചുറ്റിവരുന്നു. അങ്ങനെ കാറ്റ് ചുറ്റി തിരിഞ്ഞുകൊണ്ട് പരിവർത്തനം ചെയ്യുന്നു. സകല നദികളും സമുദ്രത്തിലേക്ക് ഒഴുകി വീഴുന്നു. എന്നിട്ടും സമുദ്രം നിറയുന്നില്ല. നദികൾ ഒഴുകി വീഴുന്ന ഇടത്തേക്ക് പിന്നെയും ചെല്ലുന്നു. സകല കാര്യങ്ങളും ശ്രമാവഹങ്ങളാകുന്നു. മനുഷ്യൻ പറഞ്ഞാൽ തീരുകയില്ല. കണ്ടിട്ട് കണ്ണിനു തൃപ്തി വരുന്നില്ല. കേട്ടിട്ട് ചെവി നിറയുന്നതുമില്ല. ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞതും ചെയ്യുവാനുള്ളതുമാകുന്നു. സൂര്യനു കീഴിൽ പുതുതായി യാതൊന്നുമില്ല. ഇത് പുതിയത് എന്ന് പറയത്തക്കവണ്ണം വല്ലതുമുണ്ടോ? നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് തന്നെ അതുണ്ടായിരുന്നു. പുരാതന ജനത്തെക്കുറിച്ച് ഓർമ്മയില്ലല്ലോ. വരുവാനുള്ളവരെക്കുറിച്ച് പിന്നത്തേതിൽ വരുവാനുള്ളവർക്കും ഓർമ്മയുണ്ടാകയില്ല. അവിടെ നിന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. കാറ്റിനെ പിടിക്കുന്നതുപോലെ വ്യർത്ഥമായവ അദ്ദേഹം എണ്ണിപ്പറഞ്ഞു. പണം, ബഹുമാനം, സ്ഥാനമോഹം. യഥാർത്ഥ പ്രയോജനമൊന്നും അദ്ദേഹം കണ്ടില്ല. ശലോമോൻ മാത്രമല്ലാണിരുന്നു. പ്രശസ്ത വീരൻ അലക്സാണ്ടർക്ക് വലിയ സ്വപ്നമുണ്ടായിരുന്നു. ലോകം കീഴടക്കാൻ അദ്ദേഹം സ്വപ്നം കണ്ടു. എന്നാൽ 33 വയസ്സിൽ ചെറുപ്പത്തിലെ മരിച്ചു. അദ്ദേഹത്തിന്റെ അവസാന ആഗ്രഹം ഇതായിരുന്നു: എന്റെ കൈ ശവപ്പെട്ടിക്ക് പുറത്തിടുക, ഞാൻ വെറും കൈയോടെ പോകുന്നത് ആളുകൾ കാണട്ടെ. ഓരോ കുഞ്ഞും ജനിക്കുന്നത് മുഷ്ടി ചുരുട്ടിയാണ്. എല്ലാം പിടിച്ചടക്കാനും ലോകം നേടാനുമായാണ് അവർ ജനിക്കുന്നത്. എന്നാൽ പോകുമ്പോൾ അവർ വെറും കൈയോടെ ഒന്നുമില്ലാതെയാണ് പോകുന്നത്. നാം ഈ ലോകം വെറും കൈയോടെ വിടുന്നു എന്ന സത്യം എല്ലാവരെയും കാണിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്റെ ഒരു കൈ ശവപ്പെട്ടിക്ക് പുറത്തിടുക. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. ഈ കച്ചവാരം വലിയ നേട്ടവും ആ ജോലി വലിയ കാര്യങ്ങളും കൊണ്ടുവരുമെന്ന് നാം കരുതുന്നു. എങ്കിലും ഈ ഭൂമി ഒരു സാങ്കേത നഗരമായതിനാൽ ഭൗമിക വ്യവസ്ഥിതിക്ക് ശാശ്വതമായതൊന്നും നൽകാനാവില്ല. ഭൂമി ഒരു താൽക്കാലിക വാസസ്ഥലമാണ്. അതുകൊണ്ടാണ് പല തത്വചിന്തകരും ജ്ഞാനികളും ബൈബിളും ഇതുതന്നെ പറയുന്നത്. നാം കടന്നുപോകുന്ന യാത്രക്കാരാണെന്ന് പറയുന്നില്ലേ? ആളുകൾക്ക് ഇതറിയില്ല. ഈ ലോകമാണ് എല്ലാമെന്ന് അവർ ചിന്തിക്കുന്നു. അവസാനം അവർക്ക് എന്ത് സംഭവിക്കും? എല്ലാം വ്യർത്ഥം, ജീവിതം ഒന്നും നൽകുന്നില്ല എന്നു പറയാനേ അവർക്ക് കഴിയൂ. അവർക്ക് ഈ ഭൂമിയുടെ യഥാർത്ഥ സ്വഭാവം അറിയില്ല. നമ്മെ ആത്മീയമായി നിറയ്ക്കുന്നതിനല്ല ലോകം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ശൂന്യത നികത്താനുള്ള ഇടം എവിടെയാണ്? അത് നമ്മുടെ നിത്യസ്വർഗരാജ്യമല്ലേ? അത് ദൈവരാജ്യമാണ്. അതുകൊണ്ടാണ് യേശു ദൈവത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞത്.
അവിടുന്ന് ജഡത്തിൽ ഭൂമിയിൽ വന്ന് നമ്മുടെ പാപങ്ങൾക്കായി ക്രൂശിക്കപ്പെട്ടു. 십자가에 못 박히시는 이런 일도 서슴지 않으셨다는 사실을 ബൈബിൾ ഇത് പറയുന്നു. 통해서 다 알 수 있는 일입니다. അതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും ജ്ഞാനികൾ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുന്നവരാണ്. 일을 하는 사람들이라고 말할 수 있겠습니다. ജ്ഞാനത്തിന്റെ രാജാവായിരുന്നെങ്കിലും ജീവിതത്തിന്റെ അവസാനത്തിൽ ശലോമോൻ ഒരൊറ്റ ഉത്തരമാണ് കണ്ടെത്തിയത്. 그 답은 딱 한 가지였습니다. സഭാപ്രസംഗി അധ്യായം 1 മുതൽ 11 വരെ നമ്മുടെ ജീവിതം കാറ്റിനെ പിടിക്കുന്നതുപോലുള്ള വ്യർത്ഥ കാര്യങ്ങളാൽ നിറഞ്ഞതാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. 우리 인생의 삶이 전부 채워지더라 하는 것으로 기록되어 있고요. നമുക്ക് അധ്യായം 12ലേക്ക് പോകാം. സഭാപ്രസംഗി 12-ാം അധ്യായം 7-ാം വാക്യം. പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിന് നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. മനുഷ്യൻ മരിക്കുമ്പോൾ ശരീരം പൊടിയിലേക്കും ആത്മാവ് ദൈവത്തിങ്കലേക്കും മടങ്ങണം. 돌아가게 되고 우리 속에 허락하신 그 영혼 즉 신은 하나님께로 다 돌아가야 된다고 했습니다. അപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സത്ത നമ്മുടെ ആത്മാവല്ലേ? 속에 있는 영혼 아니겠습니까? ആത്മാവ് ഇപ്പോൾ ഒരു ശരീരത്തിൽ വസിക്കുന്നു. 상태입니다. എന്നാൽ മരിക്കുമ്പോൾ ആത്മാവും ശരീരവും വേർപിരിയും. 분리되게 되니까 육체는 흙으로 ശരീരം പൊടിയിലേക്കും ആത്മാവ് ദൈവത്തിന്റെ നിത്യരാജ്യത്തേക്കും മടങ്ങും. 하나님의 그 나라로 돌아가게 되는데 거기에서 세상이 말하는 സ്വർഗമോ നിത്യനരകശിക്ഷയോ എന്ന് അപ്പോൾ തീരുമാനിക്കപ്പെടും. 하나님 나라에 갈 것인가 아니면 영원한 지옥에서 세세토록 നമ്മുടെ ഭാവി അന്ന് നിശ്ചയിക്കപ്പെടുമെന്ന് ബൈബിൾ പറയുന്നു. 결정이 된다고 성경은 알려주고 있습니다. സഭാപ്രസംഗിയിലെ ശലോമോന്റെ നിഗമനമാണിത്. 8절의 말씀 봅니다. നമുക്ക് 8 വാക്യം നോക്കാം. 뭐라고 했죠? ഹാ മായ, മായ, സകലവും മായയത്രേ എന്ന് സഭാപ്രസംഗി പറയുന്നു. 지금 이 내용을 ഇപ്പോൾ ഇത് വായിക്കുമ്പോൾ ബൈബിൾ വളരെ ദുഃഖകരവും നിരാശാജനകവുമാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ അങ്ങനെയല്ല. 그래서 구성이 된 책처럼 느끼실지도 모르겠는데요. 결단코 아닙니다. ഭൂമിയിൽ വിശ്വസ്തയോടെ ജീവിക്കാനും 충실하게 അവിടുത്തെ രാജ്യത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹം സ്വീകരിക്കാൻ തീരുമാനിക്കാനും തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. 선택을 해야 된다는 것입니다. നമുക്ക് 13 വാക്യത്തിലെ ശലോമോന്റെ നിഗമനം നോക്കാം. 보도록 하겠습니다. നമുക്ക് 13 വാക്യം നോക്കാം. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത്. 본분이라고 했습니다. 하나님을 경외하는 ഭൂമിയിൽ ജീവിക്കാനുള്ള ഏറ്റവും ജ്ഞാനപൂർവകമായ മാർഗം ദൈവത്തെ ഭയപ്പെടുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുക എന്നതാണെന്ന് അദ്ദേഹം നിഗമനം ചെയ്തു. 삶이라고 이와 같이 결론 내렸습니다. 그 അറിവ്, പ്രശസ്തി, സമ്പത്ത് അല്ലെങ്കിൽ വാത്സല്യം എന്നിവ ആഗ്രഹിക്കുന്നത് പോലുള്ള മറ്റു കാര്യങ്ങൾക്ക് ഒടുവിൽ എന്ത് സംഭവിക്കും? 온갖 어떤 그 내용들은 결국 끝에 가보니까 다 어떻더라고요? ശലോമോൻ രാജാവ് പറഞ്ഞു, ഇതും വൃഥാപ്രയത്നമെന്ന് കണ്ടു. 남는 것 ലളിതമായി പറഞ്ഞാൽ ഒന്നും അവശേഷിക്കുന്നില്ല, ഒന്നും നേടുന്നില്ല. 결과가 ഇത് ശലോമോന്റെ കാര്യത്തിൽ മാത്രമല്ല, ലോകത്തിലെ മഹത് വ്യക്തികളുടെ കാര്യത്തിലും ശരിയാണ്. അവരെല്ലാം ഒരേ കഥകളാണ് പറയുന്നത്. 똑같은 얘기들을 그와 같이 하고 있습니다. ഇത് മഹാന്മാർക്ക് മാത്രമാണോ ശരി? 도 마찬가지입니다. 보통 സാധാരണക്കാരുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സ്ഥിതി. 내가 왕년에 젊었을 때에는 സാധാരണക്കാർ പോലും പറയും, ഞാൻ ചെറുപ്പത്തിൽ ഒരു കേമനായിരുന്നു. പക്ഷെ പ്രായമായപ്പോൾ സുഹൃത്തുക്കളും അയൽക്കാരും എല്ലാവരും വിട്ടുപോയി. 떠나고 이웃도 떠나고 모두가 다 사라지더라. ഞാൻ എന്തിനാണ് ഈ ജീവിതം നയിച്ചതെന്ന് എനിക്കറിയില്ല. 뭔지 모르겠단 말이야. 그렇게 얘기하는 മിക്ക ആളുകളും ഇങ്ങനെയാണ് പറയുന്നത്. 대다수라고 봐도 과언이 아닙니다. ജീവിക്കാനുള്ള ഏറ്റവും ജ്ഞാനപൂർവകമായ മാർഗം കാണിച്ചു തരാൻ വേണ്ടിയല്ലേ ദൈവം നമുക്ക് ബൈബിൾ നൽകിയത്? 일깨워 주기 위해서 하나님께서 이 성경 말씀을 주셨던 것 아니겠습니까? സഭാപ്രസംഗി 12-ാം അധ്യായത്തിൽ ശലോമോൻ പറഞ്ഞു, 말하기를 എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊള്ളുക. നമ്മുടെ ജീവിതം നയിക്കാനുള്ള ഏറ്റവും നീതിയുക്തമായ മാർഗം ഇതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അവൻ എല്ലാം പരീക്ഷിച്ചു. രാജാവായിരുന്ന അവന്
അനേകം ഭാര്യമാരും വെപ്പാട്ടികളും ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വ്യർത്ഥമായിരുന്നു. 다 헛된 일이었고 솔로몬의 재산이 엄청났죠. ശലോമോന് ധാരാളം സമ്പത്തുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ സമ്പത്തും ജ്ഞാനവും ബഹുമാനവും വ്യർത്ഥമായിരുന്നു. 의미가 없더라는 것입니다. 생명이 이제 ജീവിതാന്ത്യത്തിൽ താൻ നേടിയതൊന്നും തന്നെ രക്ഷിക്കില്ലെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. 모아두었던 것이 자기의 생명 하나 건져낼 수 있는 그런 도구도 되지 못했더라는 것이죠. എല്ലാവരും ഇന്നത്തെ ബൈബിൾ ഉപദേശങ്ങൾ അവഗണിക്കാതെ നമ്മുടെ ജീവിതം നേരെയാക്കേണ്ടതുണ്ട്. 듣지 마시고 우리 삶의 어떤 그 방향을 바르게 정리해 가야 될 필요가 있겠습니다. അതിനാൽ ദൈവത്തിന്റെ വേല ചെയ്യാൻ നാം കഠിനാധ്വാനം ചെയ്യണം. നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ദൈവവചനം ഉത്സാഹത്തോടെ പഠിക്കുകയും വേണം. 또 깨우쳐서 ലോകത്തെ ഉണർത്താനും സകല മനുഷ്യരെയും മാനസാന്തരത്തിലേക്ക് നയിക്കാനും 다 인도해 갈 수 있는 അവരെ സ്വർഗത്തിലേക്ക് വഴി നടത്താനും നാം നമ്മുടെ പൂർണ്ണ ഹൃദയവും മനസ്സും ശക്തിയും സമർപ്പിക്കണം. 되셔야 되겠습니다. അതുകൊണ്ട് 1 പത്രോസിൽ ദൈവം തന്റെ രാജ്യവേലയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. 전서에서는 이렇게 알려주고 있습니다. നമുക്ക് 1 പത്രോസ് 1 അധ്യായം 7 വാക്യം വായിക്കാം. 1 പത്രോസ് 1 അധ്യായം 7 വാക്യം. അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് 예수 그리스도의 എന്ന് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാൺമാൻ അങ്ങനെ ഇടവരും. 예수를 너희가 보지 못하였으나 അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചും കൊണ്ട്. 없는 영광스러운 즐거움으로 기뻐하니 믿음의 결국 നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്ത്യമായ ആത്മരക്ഷ പ്രാപിക്കയും 구원을 받음이라고 했습니다. നമ്മുടെ ആത്മാക്കൾ രക്ഷിക്കപ്പെടുമ്പോൾ നാം എവിടേക്ക് പോകും? നാം സ്വർഗരാജ്യത്തിലേക്ക് പോകുന്നു. പാപമോചനം ലഭിച്ച് നിത്യരാജ്യത്തിൽ പ്രവേശിക്കുന്നു. 거기에서 세세토록 하나님을 모시고 세세토록 ദൈവത്തോടൊപ്പം വസിച്ച് അവിടുത്തെ അനുഗ്രഹങ്ങൾ എന്നേക്കും ആസ്വദിക്കാൻ നമുക്ക് കഴിയുകയില്ലേ? 주어지지 않겠습니까? 1 കൊരിന്ത്യർ അധ്യായം 2 പ്രവാചകൻ സ്വർഗത്തെക്കുറിച്ച് ഇപ്രകാരം വിവരിച്ചിരിക്കുന്നു. 우리 고린도전서 നമുക്ക് 1 കൊരിന്ത്യർ 2 അധ്യായത്തിലേക്ക് പോകാം. 1 കൊരിന്ത്യർ 2 അധ്യായം 9 വാക്യം. 기록된 바 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. 하고 사람의 마음으로도 생각지 못하였다 함과 같으니라고 했습니다. 1 കൊരിന്ത്യർ അധ്യായം 2 하나님의 사랑하는 자들을 위해서 예배해 놓으신 ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയ സ്വർഗം സങ്കല്പങ്ങൾക്കും അതീതമാണെന്ന് പറയുന്നു. 상상 이상의 세계라는 것을 고린도전서 2장에서는 우리에게 또 알려주고 있습니다. കണ്ണ് കണ്ടിട്ടില്ലാത്ത, 귀로도 듣지 못했고 ചെവി കേട്ടിട്ടില്ലാത്ത, 인간이 가지고 있는 최선의 ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ഒരു മഹത്തായ ലോകം. 그 세계의 아름다움에 도달할 수 없는 이런 അങ്ങനെയൊരു ലോകം ദൈവം നമുക്കായി ഒരുക്കുന്നു. 하나님께서 마련하고 계시고 우리 위해서 준비하고 계신다고 이렇게 일깨워주고 있습니다. പൗലോസ് 3 സ്വർഗത്തിൽ കണ്ട ലോകമാണിത്. 그 셋째 하늘에 대한 말로 형언할 수 없는 അവിടെ അവാച്യമായ ആശ്വാസവും കാഴ്ചകളുമുണ്ട്. 광경들이 펼쳐지게 되는 곳입니다. വിശുദ്ധന്മാർ ആ ലോകം എന്നേക്കും കൈവശമാക്കുമെന്ന് ദാനിയേൽ പറഞ്ഞു. 영원한 세계라고 했고 1 കൊരിന്ത്യർ അധ്യായം 2 പൗലോസ് എഴുതി, കണ്ണു കണ്ടിട്ടില്ലാത്ത, കാതു കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സും വിചാരിച്ചിട്ടില്ലാത്ത ലോകം നമുക്ക് ലഭിക്കും. എല്ലാവരും ഈ ലോകം സത്യമെന്ന് വിശ്വസിച്ചാൽ നമുക്ക് സാധാരണയായി ജീവിക്കാനാവില്ല. 그냥 평범하게 이렇게 살아서는 안 됩니다. ഈ അത്ഭുത ലോകം ലഭിച്ചാൽ ഞാൻ എന്തു ചെയ്യണം? 그 세계에 가서 내가 어떻게 해야 될까? നാം ഭാഷ ഒരുക്കാം. 해야죠. അവിടെ നന്നായി ജീവിക്കാൻ ആ സ്ഥലത്തെക്കുറിച്ച് നാം എല്ലാം പഠിക്കേണ്ടതല്ലേ? 그렇게 만들어야 되지 않겠습니까? 또그 ആ ലോകം ഭരിക്കുന്ന ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാമെന്നും നാം ചിന്തിക്കണം. 기뻐하시는 일이 무엇일까? 생각도 해봐야 되겠죠. നിത്യസ്വർഗത്തിൽ വിശ്വസിച്ചാൽ അതിനായി നാം എന്തൊരുക്കണം? 천국을 위해서 무엇을 우리가 지금 준비할까? ഭൂമിയിൽ നാം എങ്ങനെ ജീവിക്കണം?
മറ്റുള്ളവരെ കാണിക്കാനല്ല നാം ജീവിക്കേണ്ടത്. നാം ആഗ്രഹിക്കുന്ന ലോകത്തിനായി ഇനി എങ്ങനെ ജീവിക്കണം? നാം നമ്മെ തന്നെ ക്രമീകരിക്കണം. അതുകൊണ്ടല്ലേ ദൈവത്തിന്റെ ഉപദേശങ്ങൾ പുതിയ നിയമത്തിൽ നൽകിയിരിക്കുന്നത്? നാം ശബ്ബത്ത് ദിനവും വാർഷികോത്സവങ്ങളും കാക്കുന്നു. കൂടാതെ സിയോനിൽ സൽപ്രവർത്തികൾ ചെയ്ത് ലോകത്തിന് ഉപ്പും വെളിച്ചവുമാകാൻ ദൈവവചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇതെല്ലാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാനുള്ള ഒരുക്കങ്ങളാണ്. ഇത് നമുക്ക് ചെയ്യണോ വേണ്ടയോ എന്ന് തെരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. നാം എല്ലാവരും വിശ്വസ്തയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. നാം സ്വർഗരാജ്യത്തിൽ വിശ്വസിക്കുന്നു. 1 കൊരിന്ത്യർ അധ്യായം 2 പറയുന്നതുപോലെ ആരും കാണാത്തതും കേൾക്കാത്തതും സങ്കൽപ്പിക്കാത്തതുമായ ഒരു ലോകം നമ്മുടേതായിരിക്കുമെന്ന ദൈവവാഗ്ദാനത്തിൽ നാം വിശ്വസിക്കുന്നു. എങ്കിൽ ആ ലോകത്തിനു വേണ്ടി നാം എങ്ങനെ ജീവിക്കണമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഒരു സഞ്ചാരിയുടെ ജീവിതം എന്താണ്? ഒരു സ്ഥിരതാമസക്കാരന്റെ ജീവിതം ഒരു സഞ്ചാരിയുടെ ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. വീട്ടിലെ വാൾപേപ്പർ പഴകിയതോ കറ പിടിച്ചതോ ആണെങ്കിൽ സ്ഥിരതാമസക്കാർ പരാതിപ്പെട്ടേക്കാം. അവർ പരാതിപ്പെടുകയും അത് പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തേക്കാം. എന്നാൽ സഞ്ചാരികളുടെ കാര്യമോ? സഞ്ചാരികൾക്ക് പരാതിപ്പെടേണ്ടതില്ല. അവർ പിറ്റേന്ന് രാവിലെ പോകാനുള്ളവരാണ്. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ ഭൂമിയിലെ ജീവിതത്തെ ഒരു സഞ്ചാരിയുടെ ജീവിതമെന്ന് വിളിച്ചത്. നമ്മുടെ ജീവിതം ഒരു തീർത്ഥാടന യാത്രയല്ലേ? ചിലപ്പോൾ നാം വൃത്തിയുള്ള വാൾപേപ്പറുള്ള വീട്ടിലോ മുഷിഞ്ഞ ഒന്നിലോ താമസിച്ചേക്കാം. മുറി അല്പം മുഷിഞ്ഞതാണെങ്കിൽ യാത്രക്കാരൻ പരാതിപ്പെടേണ്ടതില്ല. അയാൾക്ക് രാവിലെ പോകേണ്ടതാണല്ലോ. ദൈവം നൽകുന്നവയിൽ നാം സംതൃപ്തരും നന്ദിയുള്ളവരുമാകണം. നമ്മുടെ ലക്ഷ്യസ്ഥാനം സ്വർഗരാജ്യമല്ലേ? സ്വർഗത്തിലെല്ലാം നാം ആശിക്കുന്നതിലും അപ്പുറമാണ്. സ്വർഗം സങ്കൽപ്പാതീതമാണ്. ഇങ്ങനെയൊരു ലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ സ്വർഗപ്രത്യാശ കൈവിടരുത്. ക്ഷണികമായ ഭൗമിക കാര്യങ്ങളിൽ പറ്റിപ്പിടിച്ച് ദുഃഖിച്ച് അവയ്ക്ക് അടിമപ്പെടരുത്. നൈമിഷികമായതോ ശാശ്വതമായതോ തിരഞ്ഞെടുക്കേണ്ടത് നാമാണ്. നമ്മുടെ തിരഞ്ഞെടുപ്പ് ജീവിതത്തിന് വഴികാട്ടിയും ലക്ഷ്യവുമാകണം. ദൈവരാജ്യത്തിനായി വാഞ്ചിച്ച് സ്വർഗത്തിലെ പ്രതിഫലത്തിനായി നാം കൃപയോടെ ജീവിക്കണം. നമുക്ക് വെളിപാട് 21 അധ്യായം 1 വാക്യം വായിക്കാം. വെളിപാട് 21 അധ്യായം വാക്യം 1. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്നാൽ ദൈവമൊരുക്കിയ മഹത്വമുള്ള സ്വർഗം എന്നാണർത്ഥം. അവിടെ സംഭവിക്കുന്നവ കാണാൻ വാക്യം 4 വായിക്കാം. വാക്യം 4 വായിക്കാം. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചുകളയും. ഇനി മരണമുണ്ടാകയില്ല. ഇനി എന്താണ് ഉണ്ടാകാത്തത്? മരണം പാപത്തിന്റെ ഫലമായതിനാൽ പാപം ഇല്ലാതാകുമെന്ന് സാരം. മരണമില്ല എന്നതിനർത്ഥം അവിടെ നിത്യജീവൻ ഉണ്ട് എന്നല്ലേ?
ഇനി മരണം ഉണ്ടാകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു എന്നും അവൻ കൽപ്പിച്ചു. ഭൗതിക ലോകത്ത് നാം അറിഞ്ഞിട്ടുള്ള ജീവിതമല്ല ഇത്. എല്ലാം പുതുതായി തോന്നുന്ന സ്വർഗമൊരുക്കി അവിടുന്ന് നമുക്കായി കാത്തിരിക്കുന്നു. നമ്മുടെ ഭൗമിക ജീവിതം നിത്യജീവനെ അതിജീവിക്കില്ല. ഉദാഹരണത്തിന്, കൊറിയയ്ക്ക് പകരം യുഎസിൽ സ്ഥിരമായി ജീവിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ താൽപ്പര്യം എവിടെയായിരിക്കും? യുഎസിലോ കൊറിയയിലോ? ഇന്ന് ഇവിടെയും നാളെ അമേരിക്കയിലുമാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടുത്തെ ഭാഷ, നിയമങ്ങൾ, ആളുകളുടെ ഇഷ്ടങ്ങൾ എന്നിവ പഠിക്കില്ലേ? ഞാൻ ഇതുവരെ ജീവിച്ചത് ഇങ്ങനെയാണ്, പക്ഷേ ഒത്തുപോകാൻ എന്റെ കുറവുകൾ കണ്ടെത്തി നികത്തണം എന്ന് നിങ്ങൾ ചിന്തിക്കും. ഈ ഭൂമി നമുക്ക് അങ്ങനെയാണ്. സ്വർഗം നിത്യജീവനുള്ളതാണ്. ഭൂമിയിൽ 30 മുതൽ 40 വരെ വർഷങ്ങൾ ഒരു നിമിഷം പോലെയാണ്. അങ്ങനെയെങ്കിൽ നാം ഭൂമിയിലാണെങ്കിലും നമ്മുടെ യഥാർത്ഥ ആത്മീയ ഭവനം സ്വർഗമല്ലേ? സ്വർഗത്തിനു വേണ്ടി ദൈവത്തിന് പ്രസാദകരമായി ഞാൻ ജീവിച്ചോ? ഞാൻ നേരായി ജീവിച്ചോ? ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിയോ? നമുക്ക് വീണ്ടും ചിന്തിക്കാം. തെരഞ്ഞെടുക്കുന്നത് ഇപ്പോഴത്തേക്കോ നിത്യതയ്ക്കോ? ദൈവത്തിന് പ്രസാദമുള്ള ക്രിസ്ത്യാനികളാകാൻ നമുക്ക് ആത്മാർത്ഥമായി സ്വയം വിലയിരുത്താം. ഈ ഇരുണ്ട ലോകത്തിന് പ്രത്യാശയും മറ്റുള്ളവർക്ക് സ്വർഗപ്രത്യാശയും പകരുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നമുക്ക് മുൻപുള്ള പലരും ഇതേ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അനുഭവക്കുറവ് കാരണം എന്റെ ജീവിതം വ്യത്യസ്തമായിരിക്കും എന്ന് ഇന്നത്തെ ആളുകൾ പറയുന്നു. ചരിത്രത്തിലുടനീളം നിരവധി തത്വചിന്തകരും ശാസ്ത്രജ്ഞരും വീരന്മാരും രാജകുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം വാക്കുകൾ ശലോമോന്റെ വാക്കുകളുമായി യോജിക്കുന്നു. അടുത്ത കാലത്തെ മഹാവീരനായ നെപ്പോളിയനെ നിങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹത്തെ സെന്റ് ഹെലീന ദ്വീപിലേക്ക് നാടുകടത്തി. മരിക്കുന്നതിന് മുൻപ് അദ്ദേഹം പറഞ്ഞു, യേശു പരാജയപ്പെട്ടതായി തോന്നി, എന്നാൽ ഇപ്പോൾ അവിടുന്ന് ലോകം ഭരിക്കുന്നു. ഞാൻ വിജയിച്ചതായി തോന്നി, എന്നാൽ ഞാനോ ഈ ചെറിയ ദ്വീപിൽ ഏകനായി മരിക്കുന്നു. യേശു പരാജയപ്പെട്ടതായി തോന്നിയെങ്കിലും വിജയിച്ചു. ഞാൻ വിജയിച്ചതായി തോന്നിയെങ്കിലും പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വിജയകരമായ ജീവിതം കൃപയോടെ പിന്തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് ഭവനത്തിലേക്ക് മടങ്ങുമ്പോൾ ഞാൻ യഥാർത്ഥത്തിൽ ശരിയായ പാതയിലാണോ എന്ന് സ്വയം ചോദിക്കുക. ഞാൻ സഭയിൽ സംബന്ധിക്കുന്നുണ്ടെങ്കിലും എന്റെ ചിന്തകൾ ഇപ്പോഴും ലോകത്തിലാണോ? ഞാൻ ലൗകിക കാര്യങ്ങളിൽ മുഴുകി
ദൈവം ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ ഇല്ലാത്തവനാണോ? 갖추고 있지는 못한가? സ്വയം തിരിഞ്ഞു നോക്കുവാനും ആത്മപരിശോധന നടത്തുവാനും സമയം കണ്ടെത്തണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. 다 가져주시길 부탁드리겠습니다. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ദിനം തോറും ദൈവത്തോടൊപ്പം സ്വർഗരാജ്യത്തിലേക്ക് നടക്കാം. 천국을 향해서 걸어가는 ഇതോടെ ഇന്നത്തെ ഉപദേശം ഞാൻ ഉപസംഹരിക്കുന്നു. 말씀 마치도록 വളരെയധികം നന്ദി. 감사합니다.